നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. രാജ്യത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിൽ ഒരു നിർണായക നാഴികക്കല്ല് കൂടി. പ്രതിരോധ രംഗത്ത് പുത്തൻ ചരിത്രം എഴുതിയിരിക്കുകയാണ് നിബേൽ ലിമിറ്റഡിൻ്റെ പുതിയ മുന്നേറ്റം. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ നിബേൽ ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വായു അസ്ത്ര 1 എന്ന സൂയിസൈഡ് ഡ്രോണുകൾ സൂര്യാസ്ത്ര ദീർഘദൂര റോക്കറ്റ് വിക്ഷേപണ സംവിധാനത്തിൽ നിന്ന് നേരിട്ട് തൊടുക്കാൻ സാധിക്കുമെന്നാണ് കമ്പനിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം. പ്രതിരോധ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇതിലൂടെ വഴി തുറക്കുന്നത്. ഒരേ വിക്ഷേപണ വാഹനത്തിൽ നിന്ന് തന്നെ സാഹചര്യത്തിനനുസരിച്ച് പരമ്പരാഗത നിയന്ത്രിത റോക്കറ്റുകളോ അതല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകളോ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കാൻ ഇനി യുദ്ധമുന്നണികളിലെ സൈനികർക്ക് സാധിക്കും. കനത്ത നാശനഷ്ടം വിതയ്ക്കുന്ന ഒന്നിലധികം ആയുധങ്ങൾ ഒരേ സമയം ഉപയോഗിക്കാവുന്ന അത്യാധുനിക പ്ലാറ്റ്ഫോമായി ഇതോടെ സൂര്യാസ്ത്ര മാറും. 2026 ഏപ്രിലിൽ വായു അസ്ത്ര 1 സാങ്കേതിക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിനായി യാതൊരുവിധ സാമ്പത്തിക ചെലവുകളോ മറ്റു ബാധ്യതകളോ ഇല്ലാത്ത വ്യവസ്ഥയിലാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. കടുത്ത പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി പരിശോധിക്കുന്നതിനായി രാജസ്ഥാനിലെ പൊഖ്രാനിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലെ അതികഠിനമായ ഉയർന്ന പർവ്വതനിരകളിലുമാണ് വിക്ഷേപണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം 10 കിലോഗ്രാം ഭാരമുള്ള മാരക സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് പറന്ന ഡ്രോൺ 100 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് കൃത്യതയോടെയാണ് പതിച്ചത്. രാത്രികാലങ്ങളിൽ കാഴ്ചമറയ്ക്കുന്ന ഇരുട്ടിലും കൃത്യമായി ആക്രമണം നടത്താനുള്ള ശേഷിയും 14,000 അടിക്ക് മുകളിൽ 1.5 മണിക്കൂറിലധികം സമയം തുടർച്ചയായി പറക്കാനുള്ള കരുത്തും വായു അസ്ത്ര തെളിയിച്ചു കഴിഞ്ഞു. 100 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ശത്രുവിൻ്റെ റഡാർ സംവിധാനങ്ങൾ, സഞ്ചരിക്കുന്ന വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ, സൈനിക ആസ്ഥാനങ്ങൾ, പീരങ്കി നിലയങ്ങൾ തുടങ്ങിയ നിർണായക കേന്ദ്രങ്ങളെ തകർക്കാനാണ് വായു അസ്ത്ര പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിശീലന സമയത്തോ അതല്ലെങ്കിൽ ദൗത്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുമ്പോഴോ കേടുപാടുകൾ കൂടാതെ സുരക്ഷിതമായി തിരികെ വീണ്ടെടുക്കാനും വീണ്ടും ഉപയോഗിക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സവിശേഷമായ സാങ്കേതിക വിദ്യയും ഇതിനുണ്ട്. ഒഡീഷയിലെ ചണ്ഡിപ്പൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി ഫീൽഡ് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് 2026 മെയ് മാസത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൂര്യാസ്ത്ര സംവിധാനം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചിരുന്നു. സൈന്യത്തിൻ്റെ പീരങ്കിപ്പടയുടെ ശേഷി വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനായി ഈ സംവിധാനം അടിയന്തരമായി ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം അടുത്തിടെ 293 കോടി രൂപയുടെ അടിയന്തര സംഭരണ കരാർ മുന്നോട്ട് വച്ചിരുന്നു. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ സർവ്വവ്യാപിയായ ബഹുതല റോക്കറ്റ് വിക്ഷേപണ സംവിധാനമാണ് സൂര്യാസ്ത്ര. ആഗോളതലത്തിൽ വലിയ വിജയമായ PULS എന്ന സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി ഇസ്രയേലിലെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസുമായി സഹകരിച്ചാണ് നിബേൽ ലിമിറ്റഡ് ഇത് വികസിപ്പിച്ചത്. സാധാരണ ബാലിസ്റ്റിക് റോക്കറ്റുകളുടെ നിശ്ചിത പാതകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ശത്രുനിരയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യങ്ങളെ തത്സമയ യുദ്ധവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വയം കണ്ടെത്താനും തകർക്കാനും ശേഷിയുള്ള ഡ്രോണുകളെ വിന്യസിക്കാൻ ഈ സംവിധാനത്തിന് സാധിക്കും. യുക്രൈൻ ഉൾപ്പെടെയുള്ള സമീപകാല ആഗോള യുദ്ധങ്ങളിൽ വലിയ വിജയം കണ്ട തന്ത്രം കൂടിയാണിത്. ഒരൊറ്റ വിക്ഷേപണ വാഹനത്തിൽ തന്നെ അതിൻ്റെ ഘടനയിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ വ്യത്യസ്ത വലുപ്പത്തിലുള്ള റോക്കറ്റുകൾ പ്രയോഗിക്കാൻ സാധിക്കും. GPS അടക്കമുള്ള അത്യാധുനിക നാവിഗേഷൻ സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ ഇതിൻ്റെ പിഴവ് നിരക്കും വളരെ കുറവാണ്. പ്രതലങ്ങളിലും ട്രക്കുകളിലുമായിട്ടാണ് സൂര്യാസ്ത്ര ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ദുർഘടമായ പർവ്വതനിരകളിലും മരുഭൂമികളിലും ഒരേപോലെ വേഗത ഉറപ്പാക്കുന്നു. ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗത്തിൽ വിക്ഷേപണം നടത്തി അവിടെ നിന്ന് തന്ത്രപരമായി മാറുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് രീതിയും ഇതിനുണ്ട്. ഒരൊറ്റ യൂണിറ്റിൽ നിന്ന് തന്നെ ശത്രുമേഖലയെ മുഴുവനായി തകർക്കുന്ന ശക്തമായ റോക്കറ്റ് ആക്രമണങ്ങളും കൃത്യതയാർന്ന ഡ്രോൺ ആക്രമണങ്ങളും മാറി മാറി ഉപയോഗിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കരുത്ത് പകരുന്നതാണ് ഈ പുതിയ സംവിധാനം.